ടൈപ്സ് ഓഫ് സോയിൽ ഇറോഷൻ. അപ്പൊ 4 ടൈപ്പാണ് ഉള്ളത്. ഗള്ളി ഇറോഷൻ, ഷീറ്റ് ഇറോഷൻ ആൻഡ് വിൻഡ് ഇറോഷൻ, ദെൻ ഡിഫക്റ്റീവ് ഫാമിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുള്ള സോയിൽ ഇറോഷൻ. ഗള്ളി ഇറോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റണ്ണിങ് വാട്ടർ ഇങ്ങനെ ലാൻഡിലേക്ക് ഒഴുകി പോകുമ്പോൾ എന്ത് ഫോം ചെയ്യും? ഡീപ് ചാനൽസ് ഫോം ചെയ്യും. ഈ ക്ലേ സോയിൽസ് നമ്മൾ ബ്ലാക്ക് സോയിൽ പറഞ്ഞ പോലെ. അപ്പൊ അതെന്ത് ഫോം ചെയ്യും? ഗള്ളീസ്, അതിന്റെ വിടവുകൾ ഫോം ചെയ്യും. അപ്പൊ അത് എന്തിന് സ്യൂട്ടബിൾ ആകില്ല? കൾട്ടിവേഷന് സ്യൂട്ടബിൾ ആവില്ല. അപ്പൊ അത് ആ ലാൻഡിനെ എന്താക്കി മാറ്റും? ബാഡ് ലാൻഡ് ആക്കി മാറ്റും. നെക്സ്റ്റ് ഷീറ്റ് ഇറോഷൻ ആണ്. അതായത് ഈ സ്ലോപ്പ് ഏരിയാസിലൊക്കെ എന്തെന്നാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു റീജിയൻസിലൊക്കെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ടോപ്പ് സോയില് പെട്ടെന്ന് ഒലിച്ചു. അതിനാണ് നമ്മൾ ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. വിൻഡ് ഇറോഷൻ എന്ന് പറയുമ്പോൾ വിൻഡ് കോസ് ചെയ്യുന്ന ഇറോഷൻ, അതാണ് വിൻഡ് ഇറോഷൻ. ദെൻ ഡിഫക്റ്റീവ് ഫാമിംഗ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് സോയിൽ നമ്മൾ കിളയ്ക്കൂലോ, അപ്പൊ എന്താണ്? പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫ്ലോ ചെയ്തില്ലെങ്കിൽ അത് എന്തിന് കാരണമാകും? ചാനൽ ഫോർമേഷൻ, ഓരോരോ വിടവുകള് അത് ഫോം ചെയ്യും. അതുപോലെ തന്നെ വാട്ടർ ഫ്ലോ ക്വിക്ക് ആയിട്ട് നടക്കും. അപ്പൊ അത് സോയിൽ ഇറോഷന് കാരണമാകും. അങ്ങനെ 4 ടൈപ്പ് സോയിൽ ഇറോഷൻ ആണ് ഉള്ളത്.